പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. വിദേശത്ത് നിന്ന് എത്തുന്ന പ്രവാസി മലയാളികൾ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന നിബന്ധനയിൽ ജൂൺ 25 വരെ ഇളവ് അനുവദിച്ച സംസ്ഥാന സർക്കാർ തീരുമാനത്തിൽ ആശ്വസിച്ച് പ്രവാസി ലോകം. പ്രത്യേകിച്ചും സൗദിയിലുള്ള പ്രവാസികൾക്ക് വളരെ ആശ്വാസം പകരുന്നതാണ് ഈ സാവകാശം. നിരവധി ചാർട്ടേഡ് വിമാനങ്ങൾ ഈ ആഴ്ചയിൽ സൗദിയിൽ നിന്ന് പുറപ്പെടാൻ തയ്യാറായിരിക്കുകയാണ്. അതിനിടയിൽ വന്ന കോവിഡ് ഇല്ല എന്ന സർട്ടിഫിക്കറ്റ് നിബന്ധന വഴിമുടക്കുമോ എന്ന ആശങ്കയിലായിരുന്നു എല്ലാ പ്രവാസികളും. അതിനാണിപ്പോൾ നേരിയ ആശ്വാസം നൽകിയിരിക്കുന്നത്. മറ്റ് ഗൾഫ് രാജ്യങ്ങളെ അപേക്ഷിച്ച് സൗദിയിൽ കുറച്ച് ചാർട്ടേഡ് വിമാനങ്ങൾക്ക് മാത്രമേ ഇതുവരെ അനുമതി നൽകിയിട്ടുള്ളൂ. അതിൽ തന്നെ കൂടുതലും ഈ ആഴ്ചയിലും അടുത്ത ആഴ്ചയിലുമായി സർവീസിന് നിശ്ചയിച്ചതുമായിരുന്നു. ഇവയിലേക്ക് ടിക്കറ്റ് എടുത്ത യാത്രക്കാരെല്ലാം നിബന്ധന പാലിച്ച് എങ്ങനെ യാത്ര നടത്തുമെന്നുള്ള ആശങ്കയിലായിരുന്നു. രോഗികളും ഗർഭിണികളും മറ്റ് പ്രയാസം അനുഭവിക്കുന്ന നിരവധി പേർക്ക് ഇതുമൂലം നാടണയാൻ അവസരം ഒത്തിരിക്കുകയാണ്. 25-ന് ശേഷവും ആശ്വാസകരമായ തീരുമാനമുണ്ടാകുമെന്ന വിശ്വാസത്തിലാണ് സൗദിയിലെ പ്രവാസികൾ കഴിഞ്ഞുകൂടുന്നത്. സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മലയാളി സംഘടനകളും കമ്പനികളും മറ്റും ചാർട്ടേഡ് വിമാനങ്ങൾക്കായി അപേക്ഷയും നൽകിയിട്ടുണ്ട്. ഇതിൽ ജിദ്ദ, റിയാദ്, ദമാം, അബഹ, ജീസാൻ എന്നിവിടങ്ങളിലെ ചില സംഘടനകൾക്ക് അനുമതിയും ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവയിലധികവും ഈ ആഴ്ചയും അടുത്ത ആഴ്ചയുമാണ് സർവീസ് നടത്താൻ നിശ്ചയിച്ചിട്ടുള്ളത്. ഈ നടത്തിപ്പുകാരെല്ലാം യാത്രക്കാരിൽ നിന്ന് പണം ശേഖരിച്ച് വിമാന കമ്പനികൾക്ക് നൽകി കഴിഞ്ഞു. 25 വരെയുള്ള വിമാനങ്ങൾക്കെങ്കിലും പോകാൻ കഴിയുമല്ലോ എന്നത് വലിയ ആശ്വാസം തന്നെയാണ്. എല്ലാവർക്കും നൽകുന്നത് പോലും. ചാർട്ടേഡ് വിമാനങ്ങൾ ഒരുങ്ങിയ പല സംഘടനകളും പുതിയ നിബന്ധന ശനിയാഴ്ച മുതൽ നടപ്പാകും എന്ന് ഭയന്ന് അനുമതി അപേക്ഷ നൽകാതെ പിന്മാറിയ സംഭവങ്ങളുമുണ്ട്. ഇവരെല്ലാം ഇനി അനുമതി കിട്ടാനുള്ള ശ്രമം പുനരാരംഭിക്കും. പുതിയ സർക്കാർ തീരുമാനത്തെ പ്രവാസി സംഘടനകളെല്ലാം സ്വാഗതം ചെയ്തിട്ടുണ്ട്. സൗദി പോലുള്ള രാജ്യത്ത് നടപ്പാക്കാൻ പ്രയാസമുള്ള നിയമം മാറ്റി പകരം മറ്റു സുരക്ഷിത മാർഗങ്ങൾ ആലോചിക്കാനാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്. ഇന്ത്യൻ എംബസിയിൽ 72,000-ഓളം മലയാളികളാണ് യാത്രയ്ക്ക് ഇതിനോടകം തന്നെ രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്നത്. ഇതിൽ കുറച്ചു പേർക്ക് മാത്രമാണ് ഇതുവരെ നാട്ടിലേക്ക് എത്തിച്ചേരാനായത്. അതോടൊപ്പം തന്നെ എംബസിയിൽ രജിസ്റ്റർ ചെയ്തവരിൽ 66% മലയാളികളാണ്. കൂടുതൽ പേർ രജിസ്റ്റർ ചെയ്ത കേരളത്തിലേക്ക് കുറച്ച് വന്ദേ ഭാരത് മിഷൻ വിമാനങ്ങൾ മാത്രമാണ് ഇതുവരെ അനുവദിച്ചിട്ടുള്ളത്. മറ്റു സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്തവർ കുറവായിട്ട് പോലും നിരവധി വിമാനങ്ങൾ അനുവദിച്ചിട്ടുമുണ്ട്. ഈ ആഴ്ചയിലെ വന്ദേ ഭാരത് മിഷനിലെ ഷെഡ്യൂൾ മാറ്റിയപ്പോൾ പോലും കേരളത്തിലേക്ക് ഒരു വിമാനം പോലും അനുവദിച്ചിട്ടില്ല. ഇത് സംസ്ഥാനത്തിന്റെ പുതിയ നിയമം മൂലമാണെന്നാണ് പറയപ്പെടുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.